നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായി വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ പുകിലുകൾ അത് ചെറുതൊന്നുമല്ല. നടന്മാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന, അല്ലെങ്കിൽ സംവിധായകരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒട്ടും വിശ്വസിക്കാനാകാത്ത വിധമായിരുന്നു ക്യാമറയ്ക്ക് പിന്നിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. ഏറെ മലയാളികളെ സംബന്ധിച്ച്, മലയാളികളെ മാത്രമല്ല ലോകം ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് SIT. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയ സിനിമാ പ്രവർത്തകരിൽ നിന്നും SIT വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിക്രമം നേരിട്ടവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മൊഴി നൽകിയവർ പരാതിയിൽ ഉറച്ചു നിന്നാൽ FIR രജിസ്റ്റർ ചെയ്യും. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തേക്ക് സാംസ്കാരിക വകുപ്പ് ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം എത്തിച്ചത്. 5000-ഓളം പേജുകളുണ്ട്. 3000-ഓളം പേജുകൾ സംഗ്രഹമാണ്. മൊഴികളും ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടെ എല്ലാം സാംസ്കാരിക വകുപ്പ് കൈമാറി. വ്യാഴാഴ്ചയാണ് പോലീസ് ആസ്ഥാനത്തെത്തി സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷിണി തങ്കച്ചിയും ജോയിന്റ് സെക്രട്ടറി സന്തോഷും ചേർന്ന് റിപ്പോർട്ട് കൈമാറിയത്. ADGP ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചിരുന്നു. പിന്നാലെ SITയുടെ അടിയന്തര യോഗം ചേരുകയും ഏത് തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഗുരുതര ആരോപണങ്ങളിൽ കേസെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കോടതി നിർദ്ദേശിച്ചതെല്ലാം ചെയ്യുമെന്നും പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കഴിഞ്ഞ മാസം 19-നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നിട്ടത്. തൊട്ടു പിന്നാലെ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആവശ്യമുന്നയിച്ചിരുന്നു. എന്തായാലും ഹൈക്കോടതി വരെ സർക്കാരിനോട് ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന് പുറത്തു വന്നതിന് പിന്നാലെ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് സർക്കാരിനോട് ഹൈക്കോടതി പോലും ചോദിച്ച ഒരു ചോദ്യമാണ്. എന്തായാലും അതിന് പിന്നാലെ വലിയൊരു നീക്കം തന്നെയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് സ്ത്രീകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയമില്ലാതെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു സിനിമാ മേഖലയായി മലയാള സിനിമ തന്നെ തുടക്കം കുറിക്കുന്നത് ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കമാണത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.